അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ട്രിപ്പാണ്. അപ്പോൾ കൊടൈക്കനാൽ ടു ഊട്ടിയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ കാണണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, തൊട്ടടുത്ത ബെല്ലേക്ക് അടിക്കാൻ പറ്റാത്ത. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ബബിൾഗം ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ റെഡിയാക്കായിരുന്നു. നമ്മളൊന്ന് 4 days ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 2 day കൊടൈക്കനാലും 2 day ഊട്ടി. അപ്പോൾ പോവാം. നമ്മൾ ഇറങ്ങാനായിട്ട് നിൽക്കാണ്. ഒരു കുറച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങും. അപ്പോൾ വാഗ് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാം കേട്ടോ ഫ്രണ്ട്സ്. കാറിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഓട്ടിക്കാൻ അറിയില്ലല്ലോ, ഞാനല്ലേ ഇരിക്കുന്നത്. എനിക്ക് ഓട്ടിക്കാനൊന്നും അറിയില്ല, വെറുതെ റോഡിൽ കയറി ഇരിക്കുന്നതാണ്. ഓക്കെ, ഞങ്ങൾ വണ്ടിയൊക്കെ വിട്ടാലോ. എന്ത് ചൂടാണ് ഫ്രണ്ട്സ്. അല്ലാ, കൊടൈക്കനാലിൽ ചെല്ലുമ്പോൾ അറിയാം ചൂടിൻ്റെ ഇത്. ചിപ്പ് നീക്കിയിട്ടേ, എനിക്കൊക്കെ കുറച്ച് കുരുത്തക്കേട് കൂടുതലാണ്. നീക്കിയിട ഇപ്പോൾ. ഓക്കെ, അപ്പം ദേ ഇവിടെ വണ്ടിയൊക്കെ നമ്മൾ വിടാൻ പോവാണ്. വണ്ടി വിട്ടു. നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തി വെച്ചേക്കുവാണ്. അതെൻ്റെ ഒരു സാധനം. ഓക്കെ, ആ ഒരു സ്ഥലത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി വെച്ചേക്കാണ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുവാണ്. ഇപ്പോൾ വണ്ടി എടുക്കും. നമ്മൾ നേരെ കൊടൈക്കനാലൊക്കെയാണ് വിടുന്നത്. കൊടൈക്കനാൽ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ ആവും കഴിച്ച്. പിന്നെ രാവിലെ അപ്പം ടൂറ് 1 day, 2nd day, 3rd day, 4th day അങ്ങനെയാണ് നമ്മൾ ഇടുന്നത്. 4th day വരെ. ഓക്കെ, അപ്പം നമുക്ക് നേരെ പോയാലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ടൊക്കെ ഞാൻ പറഞ്ഞു. ഇനി കുറേ ദൂരം പോകണം. 5 മണിക്കൂർ വേണം ഇനി പോകാൻ. എനിക്കാണെങ്കിൽ മടി. ഫ്രണ്ട്സ്, എനിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. ദൂരെ ഇങ്ങനെ കാറിന് പോകുമ്പോൾ എനിക്കെന്തോ തലവേദന എടുക്കും, ഛർദ്ദിക്കാനൊക്കെ വരും. പക്ഷെ വണ്ടിക്ക് പോകണതിന് കുഴപ്പമില്ല. എനിക്ക് രാത്രി തലവേദന എടുക്കും. രാത്രി കുഴപ്പമുണ്ടാവില്ല, രാവിലെ തലവേദന ഇങ്ങനെ എടുക്കും. പിന്നെ എനിക്ക് ഇങ്ങനെ വേണം. നമ്മളിങ്ങനെ യാത്ര ചെയ്യാൻ നമ്മൾ പറയും അങ്ങോട്ട് പോകണം. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. പേരെടുത്ത് പറയണം. ഞാൻ ഒരു വീഡിയോ എടുക്കുമ്പോൾ ആ പേരൊക്കെ വായിക്കാം. അപ്പോൾ ആർക്കൊക്കെയാണ് ഇങ്ങനെപ്പോലത്തെ ഒരേപോലെ സ്വഭാവമുള്ളൂ എന്ന് നോക്കാം. ഇങ്ങനെ ഈ വണ്ടിക്ക് രാവിലെ പോണ ഇഷ്ടമല്ല, രാത്രി വന്നത് ഇഷ്ടമാണ്. നോക്കാം. നമ്മൾ കോടമഞ്ഞിൻ്റെ അവിടേക്ക് ആണ് നിൽക്കുന്നത്. കാണിച്ചു തരാം. എവിടെ എത്തി? തൃശ്ശൂർ കഴിഞ്ഞു ഫ്രണ്ട്സ്. ചാടിയാ പോണത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ റോഡാന്നാണ് വാപ്പി പറയുന്നത്. നല്ല രസമുണ്ട്. കാറ്റാടി വീട് ഓക്കെ, കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതങ്ങനെന്ന് പറയാൻ പറ്റുമോ? നല്ല മലേനെ മേലൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഫ്രണ്ട്സ്. മറ്റേ വീടൊക്കെ നടുക്കൊക്കെ ആയിട്ട് വീട് നല്ല രസമായിരിക്കും. കുന്നുപോലെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. നല്ല ഇതിലൊക്കെ
അപ്പൊ മല കഴിഞ്ഞു ഫ്രണ്ട്സ്. കുതിര എത്താറായി. കുതിര ആവാറായിട്ടുണ്ട് കേട്ടാ. കുതിര നല്ല വലിയ മല. നമ്മളൊന്ന് ചായ കുടിക്കാൻ നിർത്തിയാട്ടാ. നേരത്തെ ആ കുതിരമല എത്തിയപ്പോ ഞങ്ങളത് സംസാരിച്ചോണ്ടിരുന്ന. കാരണം എനിക്കാണെങ്കിൽ ആ സമയത്ത് മറ്റേ ഷോർട്സ് എടുക്കണമെന്നുണ്ടായിരുന്നു. ഷോർട്സ് എടുക്കണം, പിന്നെ ഈ വീഡിയോ കൂടി അത് രണ്ടും കൂടി ആയപ്പോ എനിക്ക് അപ്പൊ അതിലും